നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ചിയ സീഡ്സ് വെച്ചിട്ടുള്ള ഒരു പുഡിംഗാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വൈകിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതുപോലെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാലെടുക്കാം. ഇത് തണുപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പീനട്ട് ബട്ടറാണ്. ഞാനിവിടെ പീനട്ട് ബട്ടർ ചിയ സീഡ്സ് പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രീക്ക് യോഗട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ യോഗട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് എല്ലാം കൂടെ ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഗ്രീക്ക് യോഗട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ ഉണ്ട്, അതുകൊണ്ടാണ് അതെടുക്കാൻ പറയുന്നത്. അതില്ലെങ്കിൽ സാധാരണ യോഗട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിനായിട്ട് നമുക്കിതിലേക്ക് ഹണി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മേപ്പിൾ സിറപ്പോ ഹണിയോ അല്ലെങ്കിൽ ഇനി ഷുഗർ യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ സ്റ്റീവിയ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചേർക്കാൻ വേണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മേപ്പിൾ സിറപ്പാണ്. മേപ്പിൾ സിറപ്പ് കൂടെ ചേർത്ത് ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിയ സീഡ്സ് ആണ്. ചിയ സീഡ്സ് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ചിയ സീഡ്സ്. പ്ലാന്റ് പ്രോട്ടീനാണ്. ഇതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കാൽസ്യം, പ്രോട്ടീൻ, ഒമേഗ 3 ഇങ്ങനെയുള്ള വൈറ്റമിൻസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ധാരാളം ഫൈബർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഡൈജഷന് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളിത് കഴിച്ചാലും കുറേ നേരം കഴിഞ്ഞാലാണ് വിശപ്പ് അനുഭവപ്പെടുകയുള്ളൂ. അങ്ങനെ വെയിറ്റ് ലോസിനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ചിയ സീഡ്സ്. നമ്മളെപ്പോഴും ഇത് സോക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. കാരണം ചിയ സീഡ്സ് 12 ഇരട്ടിയോളം അതിൻ്റെ 12 ഇരട്ടിയോളം അധികം വെള്ളം ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെപ്പോഴും നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. നമ്മൾ ഇതിലേക്ക് ചിയ സീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ അടച്ച് വയ്ക്കാം. 5-10 മിനിറ്റ് ഇടവിട്ട് 2 പ്രാവശ്യം ഇത് ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അത് സഹായിക്കും. ഇതിൽ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബോൺ ഹെൽത്തിന് ഏറെ നല്ലതാണ് ചിയ സീഡ്സ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഷുഗർ സ്പൈക്ക് ചെയ്യാതെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ടും ചിയ സീഡ്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഹാർട്ട് ഹെൽത്തിന് ഏറെ നല്ലതാണ് നമ്മൾ ചിയ സീഡ്സ് ഉള്ള ഫുഡ് കഴിക്കുന്നത്. ഇത് ഞാൻ അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിരുന്നു. അത് കുറച്ചൊന്ന് സോക്കായി വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ടിട്ടുണ്ട്. ഇനിയും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഒന്നുകൂടി നമുക്കിത് ഇളക്കിയിട്ട് വയ്ക്കാം. ഇപ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഒന്നുകൂടെ തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 4-5 മണിക്കൂർ ഇതുപോലെ മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെയാണ് കഴിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇളക്കിയിട്ടതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെയാണ് ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഇപ്പോൾ രാവിലെ ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ആയിട്ടുണ്ടെന്ന്. ചിയ സീഡ്സൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ ഇത് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന പാല് കുറച്ച് കുറവ് ചേർത്താൽ മതി. ഞാനിപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് 2 പേർക്ക് സെർവ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ്. നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടി നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ബനാന കട്ട് ചെയ്തതും ആപ്പിൾ കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് പീനട്ട് ബട്ടർ പുഡിംഗ് ആണല്ലോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരല്പം പീനട്ട് ബട്ടറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക്
ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിയ സീഡ്സ് പുഡിങ് തയ്യാറാക്കാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ അടച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. 1-2 ദിവസത്തേക്കുള്ളത് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വെയിറ്റ് ലോസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.